2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചക്കുവള്ളം പ്രദേശങ്ങളിൽ മനുഷ്യവാസമുണ്ടായിരുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ പുരാവസ്തു വകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. 1160-കളിൽ പൂഞ്ഞാർ രാജവംശത്തിൻ്റെ സ്ഥാപനകാലത്ത് ഈ പ്രദേശത്ത് ജനങ്ങൾ അധിവസിച്ചിരുന്നതായി ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. കാലക്രമത്തിൽ കേരളത്തിലെ ഇതര ഭാഗങ്ങൾ ജനനിബിഡമായപ്പോൾ ജീവനോപാധികൾ തേടി പല പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങൾ കുമളി, ചക്കുവള്ളം, വണ്ടൻമേട് പ്രദേശങ്ങളിൽ എത്തപ്പെട്ടു. கலாச்சாரம் என்னைக்கு உயிரோடு இருக்கிற வரைக்கும் விடக்கூடாது. நான்லாம் எங்கே போனாலும் நிமிர்ந்து பேசுவேன், மைக்கில் பேசுவேன். நான் ஆதிவாசி பழைய வம்சத்தில் சேர்ந்தவன் அப்படின்ட்டு தான் நான் பேசுவேன். எப்பயும் எங்கேயுமே நான் மறைச்சி வச்சதில்லை. யாருக்கு முன்னாலேயும் ₹1,00,000 தாரம்னு சொன்னாலும் எனக்கு வேண்டாப்பா, நான் ஒரிஜினலாக காட்டில் பிறந்து வளர்ந்தவ தான், நான் ஆதிவாசி தான், ஹிந்து ஆதிவாசி தான், நான் ஹிந்து பழைய சமுதாயத்தில் பிறந்த ஆளுன்னு நிமிர்ந்து பேசுவேன். எங்கள் வம்சத்தை தரத்தாத்தி பேசுகிறத எனக்கு கொஞ்சம் கூட பிடிக்காது. யாராக இருந்தாலும் நிமிர்ந்து போய் சத்தம் போட்டு விட்டுருவேன். ஏன்னா நீங்கள் எங்கள் கூட பிறந்தீங்களா, இல்லை கூட வளர்ந்தீங்களா, கூட இருக்கிறீங்களா, எங்களை பற்றி பேசுகிறக்கு நீங்கள் யார் அப்படின்னு கேட்பேன். எங்களுக்கு தெரியாமல் எங்கள் வம்சத்தை பற்றி பேசக்கூடாது, எங்கள் பாட்டை பாடக்கூடாது, எங்கள் டான்ஸை பற்றி குறை சொல்லக்கூடாது. ഏതൊരു ഭൂപ്രദേശത്തെയും കുറിച്ചുള്ള അന്വേഷണങ്ങൾ അവസാനിക്കുന്നത് അവിടെ അധിവസിച്ചതിൽ ഏറ്റവും പഴക്കമുള്ള ജനവിഭാഗത്തെക്കുറിച്ച് ലഭിക്കുന്ന സൂചനകളിലാവും. ഏതൊരു പ്രദേശത്തും വളരെക്കാലം മുമ്പ് തന്നെ അധിവസിച്ച് ആധുനിക കാലത്തും തനതായ പാരമ്പര്യം നിലനിർത്തുന്ന ജനവിഭാഗങ്ങൾ ഉണ്ടാകും. അവരെ പൊതുവെ ആദിവാസികൾ എന്ന് വിശേഷിപ്പിച്ചു പോരുന്നു. തെക്കേ ഇന്ത്യയിലെ പ്രധാന ആദിവാസി വിഭാഗമാണ് പളിയർ. തമിഴ്നാട്ടിലെ തേനി, കേരളത്തിലെ ഇടുക്കി എന്നീ ജില്ലകളിലാണ് ഈ ജനവിഭാഗം അധിവസിക്കുന്നത്. ഇവരുടെ ഉൽപ്പത്തിയെപ്പറ്റി വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു. പളിയർ ഈ ഒരു നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലുണ്ട്. തമിഴ്നാട്ടിലും പല സ്ഥലങ്ങളിൽ പളിയർ താമസിക്കുകയും അവർ ആദ്യ കുടികളായിട്ടാണ് അവരെ പറയുന്നത്. ആദ്യ കുടികൾ. ഇന്ന് കാടിനെയും പ്രകൃതിയും സ്നേഹിക്കുന്ന ഏറ്റവും അധികം കാടിനോട് അടുത്ത് ഉള്ളത് ഞങ്ങളാണ് എന്നുള്ള വാദമാണ് പളിയർ വയ്ക്കുന്നത്. പളിയർ ഉൾക്കാടുകളിലാണ് താമസിച്ചതായിട്ട് അവർ പറയുന്നത്. ഉൾക്കാടുകൾ കൽവരിമേട് എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിച്ചതായിട്ടും പിന്നീട് ഫോറസ്റ്റുകാരുടെയും വെളിയിലുള്ള ആൾക്കാരുടെയും ശല്യം എന്ന് പറയാം. കാരണം അവർ ഇതുപോലെ കാടിൻ്റെ അറ്റങ്ങൾക്ക് വരാനിടയായത്. മ്യൂസിക്കിനോട് അതീത താല്പര്യവും ദൈവത്തിന് വഴിപെടുതൽ, ഡാൻസും പാട്ടുമായിട്ട് അങ്ങനെ തനത് കലാരൂപമായിട്ട് അധികം ബന്ധപ്പെട്ടു. പളിച്ചു ദേവി എന്ന ദേവിയെ ആരാധിക്കുകയും കറുപ്പസ്വാമിയെ അവർ അതിൻ്റെ ഒരു സഹോദരനായിട്ട്, പളിച്ചു ദേവിയുടെ സഹോദരനായിട്ട് കാണാനായിട്ടും ഇവർ കരുതി വരുന്നു. ആധുനിക കാലത്തും ഒരു പ്രത്യേക പ്രദേശത്ത് കൂട്ടമായി താമസിക്കുന്ന സ്വഭാവമാണ് പളിയരുടേത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വീരൻ അളകുമുത്ത് എന്ന് പറയുന്ന വേടർ കുലത്തിൽ ചേർന്നവരാണ് ഞങ്ങൾ. ജന്മനാടെന്ന് പറഞ്ഞു കേട്ടിരിക്കുന്നത് മധുരയാണ്. മധുര മീനാക്ഷിയെ ഉൾപ്പെട്ട് നിന്നത് മധുരയിലാണ് ഞങ്ങൾ കൂടിപ്പാർത്തുന്നത്. അന്നത്തെ കാലഘട്ടങ്ങളിൽ ഈ നരബലി എന്ന് പറയുന്ന മനുഷ്യക്കുരുതിയുടെ കാലഘട്ടമായി. അങ്ങനെ വന്നപ്പോൾ ചേട്ടനനിയന്മാർ രണ്ടുപേരും കൂടി മൂത്തവനെ 2 പിള്ളേരും ഇളയ ആൾക്ക് ഒരു കൊച്ചേ ഉള്ളായിരുന്നു. അപ്പോൾ ഇത് അടുത്ത ബലിക്ക് വരുന്നതിന് മുമ്പ് ഇവർ കുറച്ച് ആൾക്കാരെ കൂട്ടി വെച്ച് ഈ നാട് വിടാൻ മല കയറി മംഗളദേവി മലയ്ക്ക് കയറി. കറ കൃഷികളും തേനും മീനും മൃഗങ്ങളോ വേട്ടയാടി കഴിക്കുന്ന നല്ല സുഖകരമായിട്ട് അവർ തമ്മിൽ ഞങ്ങൾ കഴിച്ചാൽ പോകരുത്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഇവർ തമ്മിൽ 2 പേര് പെസകി വിഭാഗമായിട്ട് തിരിഞ്ഞു. ഒരു വിഭാഗം ഞങ്ങൾ പളിയനായിട്ട് മാറി. അതിനെ കൂടുതൽ മണ്ണാനുമായിട്ട് മണ്ണാനും ഒരു സമുദായം മാറി. മീനും പിന്നെ വേട്ട മൃഗങ്ങൾ അവർക്ക് ഈ വനസേനത്തെ അവിടെ അങ്ങോട്ട്. ഞങ്ങൾ തേനും കൃഷികളുമായിട്ട് ഞങ്ങൾ കാട്ടുപോകളായിട്ട് ഞങ്ങൾ മാറി. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വിട്ട് കൊമ്മളി പളിയക്കുടിയാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. കൊമ്മളി പളിയക്കുടിയുടെ ടേണായി. പളിയക്കുടിയാണ് തുടക്കം. അവിടെ നിന്ന് കുറേ പിള്ളേരും കുഞ്ഞുങ്ങളൊക്കെ ആയി കുറേ ആൾക്കാർ അങ്ങും കൂടി തലവന്മാരുണ്ട്. 2 പേർക്ക് കാണി പദവി കിട്ടണത് കൊണ്ട് ഇവർ തമ്മിൽ പെസകിയപ്പം അതിൽ നിന്ന് കുറച്ച് പേരായിട്ട് ഞങ്ങൾ ഇവിടെ അട്ടപ്പള്ളം ഭാഗത്ത് ഞങ്ങൾ ഒരു 10 അന്നത്തെ കാലത്ത് കുറേ കുടുംബങ്ങൾ അട്ടപ്പള്ളത്ത് മാറി. അവിടുത്തെ രാമസ്വാമി എന്ന കാണിയുടെ കൂട്ടത്തിൽ കുറച്ച് പേർ അവിടെ നിന്നു. അപ്പോൾ അങ്ങനെ വന്ന് ഇപ്പോൾ അട്ടപ്പള്ളത്ത് താമസിച്ചു. ആനവിള സംഭവം പോയി.
പൂച്ചെടിക്കാല എന്ന് പറഞ്ഞ പൂച്ചെടിക്കാല വന്നു. ഓരോ വർഷവും ഓരോ മലയ്ക്ക് കയറി വെട്ടുക, കഴിക്കുക, അടുത്ത മലയ്ക്ക് കയറുക. ഞങ്ങളെ 125 ഏക്കർ സ്ഥലം ഇവിടെ ഞങ്ങൾക്ക് മാനവുമായിട്ട് പതിച്ചു. നിയതമായ ആചാരാനുഷ്ഠാനങ്ങളാലും വ്രതനിഷ്ഠയാലും ബന്ധിതമായ വിശ്വാസരീതികളാണ് പളിയരുടേത്. ഏപ്രിൽ മാസമാണ്. ഏപ്രിൽ മാസം ഞങ്ങൾക്ക് എല്ലാവരും ആണും പെണ്ണും ഒരുപോലെ നോയമ്പിരിക്കും. അത് ഞങ്ങൾ 11 പേര് അതിനുവേണ്ടി പ്രത്യേകം നോയമ്പിരിക്കും. ഒരു മാസം 11 പേര് ഞങ്ങൾ കൃത്യമായിട്ട് അതിന് കുടവെടുക്കാനും അല്ലാതെ കറുപ്പസ്വാമി എടുക്കാനും വാൾ അങ്ങനെ കുറേ ആയിട്ട് 11 പേരുണ്ട്. ഞാനതിൽ കുടവെടുക്കുന്ന ആളാണ്. അപ്പം ഞങ്ങൾ അതിൽ ശക്തമായിട്ട് നോയമ്പിരിക്കും. അത് കഴിഞ്ഞ് ഇവിടുന്ന് പോയിട്ട് കാട്ടിൽ നിന്ന് ചെരുപ്പിടാതെയാണ് ഞങ്ങൾ തീർത്ത്. അത്യാവശ്യം വണ്ടിയൊക്കെ വിട്ടു വരും. ആ വണ്ടി ഞങ്ങൾ പോകും. തിരിച്ചു വരുമ്പോൾ ഈ കുടവെടുക്കുന്നവർ മാത്രം അവിടെ നിന്ന് 11 പേര് നടന്നു വരും. ബാക്കിയുള്ളവർ വയ്യാത്തവരൊക്കെ വണ്ടി കയറ്റി വിടും. ബാക്കിയുള്ളവർ ഞങ്ങൾക്കൊരു 3 ദിവസം മൊത്തം. ആദ്യ ദിവസം പോകുന്നെന്ന്, പിന്നെ ഒരു ദിവസം ഫുൾ അവിടെ കാണും. പിറ്റേ ദിവസങ്ങൾ ഒരു സമയമുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങളുടെ മൂപ്പൻ അവിടെ ചെല്ലുമ്പോൾ ഒരു മന്ത്രക്കെട്ട് വെച്ചൊരു സമയം ഞങ്ങൾക്ക് പറയും. ആ സമയത്തിനകം അതുവരെ നമുക്കൊരു പൂമ്പാറ്റയെ കൊണ്ടുപോലും ഒരു ഉപദ്രവം ഉണ്ടാവാറില്ല. ഞങ്ങളുടെ വിശ്വാസമാണ്. തെക്കേ ഇന്ത്യയിലെ അമ്മൻ വിശ്വാസ പാരമ്പര്യത്തോട് ചേർന്ന് നിൽക്കുന്ന വിധത്തിൽ വളിച്ചിയമ്മ, കറുപ്പുസ്വാമി എന്നിവരെ മൂലദൈവമായി കരുതിയുള്ള ആരാധനാ സമ്പ്രദായമാണ് അവർക്കുള്ളത്. കുമളി, ചക്കുവള്ളം എന്നീ പളിയക്കുടികളിലെ ഉത്സവങ്ങൾ ഇത്തരത്തിൽ വേറിട്ട് നിൽക്കുന്നവയാണ്. കറുപ്പസ്വാമി അമ്പലമുണ്ട്. അതാണ് നമ്മുടെ പൂർവികർ പണ്ട് മുതലേ ആചരിച്ചു വരുന്ന ദൈവം. ഈ മറ്റു ആൾക്കാർ ഈ ഗ്രാമത്തിലേക്ക് വരുന്നതിന് മുമ്പ് മുതലേ ഞങ്ങളുടെ ആൾക്കാർ മാത്രം താമസിച്ച ഒരു ഏരിയ ആയിരുന്നു. അത് കഴിഞ്ഞാണ് മറ്റു ജനങ്ങൾ ഇങ്ങോട്ട് പാർപ്പിടം നടത്താൻ തുടങ്ങിയത്. അതിനു മുമ്പ് തന്നെ ഉള്ള ദൈവമാണ് കറുപ്പസ്വാമി. അതാണ് ആദ്യം ഞങ്ങൾ ഉത്സവമായി നടത്തുന്നത്. അത് ചിത്ര പൗർണമി എന്ന നാളിലാണ് ആ അമ്പലം ഉത്സവം നടത്തുന്നത്. പളിയ മന്നാൻ വിഭാഗങ്ങൾ പല കാര്യങ്ങളിലും അടുത്ത ബന്ധം പുലർത്തുന്ന വിഭാഗങ്ങളാണ്. ഇവരുടെ നൃത്തരൂപങ്ങളായ മന്നാൻ കൂത്തിലും പളിയ നൃത്തത്തിലും ഈ സാദൃശ്യം പ്രകടമാണ്. സാംസ്കാരിക ഉന്നമനം മറ്റു വിഭാഗങ്ങളെ എന്ന പോലെ പളിയരുടെ സാംസ്കാരിക ജീവിതത്തിലും കാതലായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പാരമ്പര്യ കലാരൂപങ്ങളും വായ്മൊഴി പാട്ടുകളുമെല്ലാം നാശോന്മുഖമായിക്കൊണ്ടിരിക്കുകയാണ്. കുലദൈവമായത് കറുപ്പുസ്വാമി അമ്പലമാണ്. ഈ കറുപ്പുസ്വാമി അമ്പലം വർഷം ചിത്രമാസം 1-ാം തീയതിയാണ് ഞങ്ങൾ തൊഴുന്നത്. അവിടെ ഞങ്ങൾ ഈ കല്ല് വിവാഹം വെച്ചാലും ഞങ്ങളുടെ കൂത്തുകൾ വെച്ചാലും ഈ അമ്പലത്തിൻ്റെ ഭാഗത്ത് അനുവാദമാക്കി വെക്കത്തുള്ളൂ. പരമ്പരയോട് വന്നാൽ തന്നെ അവർ ഈ കറുപ്പസ്വാമിയും കൊണ്ട് നടക്കത്തുള്ളൂ. അപ്പോൾ കറുപ്പസ്വാമിയും കൊണ്ടുവന്ന ഒരു കല്ല് വിഗ്രഹമായിട്ട് വെച്ചാൽ അത് സങ്കല്പിച്ച് കാണുമ്പോൾ ഏതെങ്കിലും രോഗമായാലോ മറ്റുള്ളവരായാലോ പണ്ട് കാലത്ത് അവരവിടെ ചെന്ന് ഈ പൂജ കാര്യങ്ങൾ ചെയ്തിട്ട് മാറുമെന്ന വിശ്വാസത്തിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂത്ത്
അങ്ങനെ പഴയ ആൾക്കാർ നല്ല മേനി കൂത്ത് കളിക്കുകയും അതുപോലെ ചിത്രമാസം കറുപ്പസ്വാമിക്ക് ആടിനെ വെട്ടി പെലിഹരി പിടിച്ച് ഭക്ഷണം കൊടുത്ത് വലിയ ആഘോഷമായി വലിയ ആഘാതം 3 ദിവസം വനത്തിനകത്ത് തന്നെ കിടന്നിട്ട് മറ്റുള്ള ആൾക്കാരുടെ സമ്പർക്കം കയറ്റാതെ അമ്പലത്തിൽ കയറ്റിയില്ല. കയറ്റി ഞങ്ങളുടെ ആൾക്കാർ തന്നെ കഴിച്ചിട്ട് അവിടെ തന്നെ ഉറങ്ങുക. 3 ദിവസം വീട്ടിൽ ആണുങ്ങൾ വലിയ നോമ്പൊക്കെ എടുത്ത് ഇരുന്ന് പോലും പല കാര്യങ്ങളും സാധിച്ച് പല രോഗങ്ങളും മാറ്റുണ്ട്. എല്ലാം അന്നത്തെ അത് മൺമറിഞ്ഞു പോയി. ഇപ്പോൾ ഒരേ ഒരാൾ മാത്രമേ അതൊരു വല്യമ്മയാണ്. അവർക്ക് പഴയ പാട്ടുകളൊക്കെ അറിയാവുന്ന ഒരു ഇത് ഒറ്റ അമ്മയേ ഉള്ളൂ, ഈശ്വരിയമ്മ. ഇപ്പോഴത്തെ ട്രെൻഡിന് മാറ്റമായി പിള്ളേർക്ക് പറഞ്ഞാൽ അത് അംഗീകരിക്കാത്ത ഒരു കാലഘട്ടത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ പൊളിയമ്മ. ஏனம்மா ஆதரிக்கும் கைகளில் என் பாட்டியாடிச்சகளோ யாரி பாராட்டு கைகளில் ராரோ ராரோ ஏனம்மா நீ ஆரிராரோ என் கண்ணு மணி பொண்ணு மணி ஏனப்பா நீ கருத்தருட வேல்மணியோ ஆரிக்கோ ஆரி குஞ்சா ஏனம்மா நீ ராமருக்கோ பொண்ணு குஞ்சா. കുമളി പളിയിക്കുടിയിലെ ഏതാനും യുവാക്കൾ തങ്ങളുടെ പാരമ്പര്യം നിലനിന്ന് കാണണമെന്ന് ആഗ്രഹമുള്ളവരാണ്. അവരിലൂടെ ആ പാരമ്പര്യം അനുസ്യൂതം ഒഴുകട്ടെ. വരേരാര 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 വാരായ് വരേ മേല വിളയാടും തിമിംഗലം വാരായ് വരേരാര 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 വാരായ് വരേ മേല വിളയാടും തിമിംഗലം വാരായ് திரை மாலை திரை மாலை திரை மாலை வாராய் திரை போல மலை மூடும் மழை மேகம் வாராய் திரை மாலை திரை மாலை திரை மாலை வாராய் திரை போல மலை மூடும் மழை மேகம் வாராய் வரேரார 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 வாராய் வரே மேல விளையாடும் திமிங்கலம் வாராய் செடி சோல செடி சோல செடி சோலை வாராய் செடி மேல தலை சாய்க்கும் தம்பரனை வாராய் செடி சோல செடி சோல செடி சோலை வாராய் செடி மேல தலை சாய்க்கும் தெம்பரனை வாராய் வரேரார 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 வாராய் வரே மேல விளையாடும் திமிங்கலம் வாராய் மழை மேகம் புகிலாகி வாராய் பூமலையில் குடி கொண்ட புண்ணியரே வாராய் மழை மேகம் புகிலாகி வாராய் பூமலையில் குடி கொண்ட புண்ணியரே வாராய் வரேரார 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 வாராய் வரே மேல விளையாடும் திமிங்கலம் வாராய் சிறு காடு சிறு காடு வாராய் சிறு காடில் குடி கொண்ட தேவர்களே வாராய் சிறு காடு வாராய் சிறு காடில் குடி கொண்ட தேவர்களே வாராய் வரேரார 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 வாராய் வரே மேல விளையாடும் திமிங்கலம் வாராய் புலி வாழும் பூதர்களே வாராய் பூதர்களும் நாதர்களும் காத்தருளும் கானகமே வாராய் வரேரார 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 வாராய் வரே மேல விளையாடும் திமிங்கலம் வாராய் நெல் விதையும் புல்விதையும் துன்பமில்லை வாராய் போட்ட விதை அத்தனையும் பொலிவுடனே வாராய் நெல் விதையும் புல்விதையும் துன்பமில்லை வாராய் போட்ட விதை அத்தனையும் பொலிவுடனே வாராய்
வரேரார 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 வாராய், வரே மேல விளையாடும் திமிங்கலம் வாராய். ஏவல் பிள்ளி சூனியமே அகற்றிடவே வாராய், வந்தவரும் நின்றவரும் காத்திடவே வாராய். ஏவல் பிள்ளி சூனியமே அகற்றிடவே வாராய், வந்தவரும் நின்றவரும் வாழ்த்திடவே வாராய். வரேரார 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 வாராய், வரே மேல விளையாடும் திமிங்கலம் வாராய்.